പ്രവർത്തകനായ ശ്രീ എ സജീവൻ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ എ സജീവൻ, CPM മലപ്പുറത്ത് സ്വതന്ത്ര പരീക്ഷണത്തിന് ഇറങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. പക്ഷേ നിലമ്പൂരിൽ കൈ പൊള്ളിയതാണ്. അതുകൊണ്ട് കൂടുതൽ മണ്ഡലങ്ങളിൽ ഈ പരീക്ഷണം ആവർത്തിക്കുവാനുള്ള ശ്രമം കാണുന്നില്ലല്ലോ. അതായത് പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നുള്ളത്, അത് നിലമ്പൂരിൽ പരാജയപ്പെട്ടതുകൊണ്ട് മറ്റ് ഏതെങ്കിലും മണ്ഡലങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ പോലും വേണ്ട എന്ന് വെക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ അണികൾക്കിടയിൽ പോലും അങ്ങനെ ഒരു അസംതൃപ്തി ഉണ്ടാകുമല്ലോ. ഭൂരിഭാഗത്തിന്റെ അഭിപ്രായം സ്വതന്ത്ര പരീക്ഷണം ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിലമ്പൂരിലെ പരീക്ഷണം പരാജയപ്പെട്ടു എന്ന് വെച്ച് സ്വതന്ത്രന്മാരെ പരീക്ഷിച്ച് വിജയിക്കുക എന്ന് പറയുന്ന CPM-ന്റെ ലക്ഷ്യവും തന്ത്രവും അത് മാറ്റിവെക്കണമെന്നില്ല. കാരണം നമുക്കറിയാം, ഇതേ നിലമ്പൂരിൽ തന്നെയാണ് പണ്ട് കോൺഗ്രസിന്റെ നേതാവായിരുന്ന, അക്കാലത്തെ DCC പ്രസിഡന്റായിരുന്ന TK ഹംസ സ്വതന്ത്രനായിട്ട് മത്സരിച്ചപ്പോൾ CPM അതിനെ പിന്തുണയ്ക്കുന്നു, LDF-ന്റെ പിന്തുണ ഉണ്ടാവുന്നു. അങ്ങനെ ആ പിന്തുണയിലാണ് TK ഹംസ അവിടെ ആര്യാടനെ തോൽപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാവുന്ന അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, ഇതേ സ്വതന്ത്രനെ അവര് CPM-ന്റെ ഭാഗമാക്കി മാറ്റുന്നുണ്ട്. അവിടെ ആ ഒരു തന്ത്രം കൃത്യമായിട്ട് പ്രയോഗിച്ചുകൊണ്ട് ഇപ്പൊ TK ഹംസ എന്ന് പറയുന്ന അക്കാലത്ത് അന്ന് സ്വതന്ത്രനായിട്ട് ജയിച്ച TK ഹംസയല്ല, ഇപ്പോഴത്തെ ഹാർഡ് കോർ CPM നേതാവാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. അബ്ദുറഹിമാൻ ഇതേപോലെ ഈ അൻവറിനെ പോലെ ഇടഞ്ഞിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇടയാവുന്ന സന്ദർഭങ്ങൾ പോലും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കിട്ടിയിരുന്ന ഒരു വകുപ്പ് എടുത്തു മാറ്റിയ സമയത്തൊക്കെ വേണമെങ്കിൽ ഇടയാൻ സാധ്യതയുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു തവണ ഒരു ഘട്ടത്തിൽ പരാജയപ്പെട്ട ഒരു പരീക്ഷണം, അതും ഈ പരീക്ഷണത്തിന്റെ കാര്യം നമുക്കറിയാം. ഈ LDF പരമാവധി ഈ അൻവറിനെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. കാരണം അന്ന് ആ സമയത്ത് UDF-ഉം BJP-യും ഒക്കെ അതിശക്തമായിട്ട് അദ്ദേഹത്തിന്റെ തടയണ പ്രശ്നത്തിൽ രംഗത്ത് വന്നപ്പോൾ പരിസ്ഥിതി പ്രവർത്തകര് മൊത്തമായിട്ട് രംഗത്തിറങ്ങിയ സമയത്ത് പോലും അൻവറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടെടുത്തു. പക്ഷെ അത് കഴിഞ്ഞ് അൻവർ വീണ്ടും അൻവറിന്റെ ഓരോ നിലപാടെന്ന് നമുക്കറിയാം. അൻവർ ഓരോ ഘട്ടത്തിലും തനിക്ക് വേണ്ട രൂപത്തിൽ ഉള്ള കാര്യങ്ങൾ അംഗീകരിപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പിടിവാശി കാണിക്കുമ്പോഴാണ് അവര് മാറുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ ഈ സുജിത്ദാസിനെതിരെയും അജിത് കുമാറിനെതിരെയൊക്കെ അദ്ദേഹം രംഗത്ത് വന്നപ്പോഴൊക്കെ പാർട്ടിയുടെ ഒരു പിന്തുണ പോലും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അൻവർ പറയുന്നതിന് കുറെയൊക്കെ ശരിയുണ്ട് എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ശശിയെ കുറ്റം പറയുന്നു, അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയെ കുറ്റം പറയുന്നു, അത് കഴിഞ്ഞ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ കുറ്റം പറയുന്നു. ഇങ്ങനെ പോയപ്പോഴാണ് തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയത്. അപ്പൊ അൻവർ എന്ന് പറയുന്നത് ഒരു ശരിയായ രൂപത്തിലുള്ള ഒരു പരീക്ഷണമായിട്ട് കാണേണ്ടത്. അത് പാളിപ്പോയ പരീക്ഷണം മാത്രമാണ്. ഈ സ്വതന്ത്രന്മാരെ വെക്കുക, CPM വിചാരിച്ചാൽ, LDF വിചാരിച്ചാൽ അവിടെ മലപ്പുറം ജില്ലയിലെ സീറ്റ് പിടിച്ചെടുക്കുക അത്ര എളുപ്പമല്ല. അവിടെ പിടിച്ചെടുക്കണം. നേരത്തെ കുറ്റിപ്പുറത്ത് ജലീൽ ജയിക്കാനുള്ള കാരണം തന്നെ അവിടെ ലീഗിലെ അസംതൃപ്തരുടെ പിന്തുണ ശക്തമായി കിട്ടിയത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ കിട്ടുന്നൊരവസ്ഥ, അതിന് LDF-ന് കിട്ടാത്ത വോട്ടുകൾ കൂടി പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥ, അത് LDF ആണെങ്കിലും UDF ആണെങ്കിലും BJP ആണെങ്കിലും ഒക്കെ ആ തന്ത്രം പ്രയോഗിക്കുന്ന നല്ല കാര്യം തന്നെയാണ്. നല്ല കാര്യം രാഷ്ട്രീയത്തിലെ മാന്യമായ കാര്യം എന്നുള്ള അർത്ഥത്തിലല്ല, അവർക്ക് ജയിക്കാനുള്ള തന്ത്രം എന്ന നിലയിൽ അത് നല്ല കാര്യം തന്നെയാണ്. സ്വാഭാവികമായിട്ടും അത് ഇവിടെ പരീക്ഷിക്കുന്നത് തെറ്റില്ല. അൻവറിന്റെ പോലെ ഉള്ള ഒരു ആൾ, ഒരു വെറും കച്ചവടക്കാരൻ, വെറും ഇത്തരത്തിൽ പിടിവാശി കാണിക്കുന്ന ഒരാൾ എന്ന രീതി പറഞ്ഞതിന് അപ്പുറത്തേക്ക് അടുത്ത തവണ മാറ്റി പറയുക, അത് കഴിഞ്ഞ് വീണ്ടും മാറ്റി പറയുക എന്ന രൂപത്തിലുള്ള ആളുകളൊക്കെ അപൂർവമായിട്ട് മാത്രം ആയിരിക്കും. ഇവിടെ മലപ്പുറം ജില്ലയിൽ ഇനിയും സ്വന്തം സ്ഥാനാർത്ഥി നിർത്തി ജയിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങൾ ഒന്നുപോലും CPM-നില്ല, LDF-ന് തീരെയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെയൊക്കെ നടത്താവുന്ന പരീക്ഷണങ്ങളിൽ അവിടെയൊക്കെ സീറ്റ് പിടിക്കണമെങ്കിൽ ഇപ്പോൾ നടത്തിയ സ്വതന്ത്രന്മാരെ കളത്തിലിറക്കുക എന്നുള്ളത് തന്നെയാണ് CPM-ന്റെ മുന്നിലുള്ള വഴി. പൊന്നാനിയിൽ പക്ഷേ പാർട്ടി സ്ഥാനാർത്ഥിയായിരിക്കും. പെരിന്തൽമണ്ണയിലും മങ്കടയിലും ചിലപ്പോൾ ബാക്കിയിടങ്ങളിൽ സ്വതന്ത്രരെ പരീക്ഷിക്കാൻ തന്നെയാണ് CPM-ന്റെ നീക്കം. നന്ദി ശ്രീ എ സജീവൻ.